ഇന്ന് ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. മാമ്പഴം കൊണ്ടൊരു ഉണ്ണിയപ്പം ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ മാമ്പഴം മുറിച്ചെടുത്തിട്ടുണ്ട്. മാമ്പഴം കോട്ടുകുണം മാമ്പഴം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കോട്ടുകുണം മാമ്പഴമെന്നോ ചെങ്കവരിക്ക മാമ്പഴമെന്നൊക്കെ അതിനെ പറയുന്നത്. പിന്നെ ഞാൻ 200 ഗ്രാം അരിമാവ് എടുത്തിട്ടുണ്ട്. അത് അപ്പത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഇടിയപ്പത്തിന് വേണ്ടി പൊടിക്കുന്ന അത്രയും ഫൈനായിട്ട് പൊടിച്ച അരിമാവ് എടുത്തേക്കുന്നത്. ശർക്കര 200 ഗ്രാം പാവ് കാച്ചി എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് ഞാൻ നല്ല തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് അത് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട്. 2 സ്പൂൺ മൈദാമാവ് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഉണ്ണിയപ്പത്തിന് വേണ്ട സാധനം. ഇനി നമുക്ക് മിക്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് അരിമാവിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ആദ്യം മാമ്പഴം ആഡ് ചെയ്യുവാണ്. അതിലേക്ക് മാമ്പഴം ഞാൻ ഇടയ്ക്ക് മിക്സിയിലൊന്ന് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഗ്രൈൻഡ് ചെയ്തെടുത്തു. ആ ഒരു മാമ്പഴം ആഡ് ചെയ്തു. ശർക്കര പാവ് കാച്ചിയതും ആഡ് ചെയ്യുന്നു. മൈദാമാവ് ഇടുകയാണ് അതിനകത്തേക്ക്. ഞാൻ ശർക്കര മൊത്തം ഒഴിച്ചില്ല. എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ പരുവം കറക്റ്റായി നോക്കിയിട്ട് ബാക്കി ശർക്കര ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാണ്. ബാക്കി ഏലക്കയും തേങ്ങ വറുത്തതും കൂടെ ഒന്നിച്ചങ്ങ് ആഡ് ചെയ്യുവാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. മിക്സ് ചെയ്ത് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ബാക്കി ശർക്കര നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന ശർക്കര പാവ് കാച്ചിയത് അതിലൊഴിക്കാം. മുഴുവനങ്ങ് ഒഴിക്കുകയാണ്. ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. മാവ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരുവം. ഈ ഒരു പരുവത്തിന് ഈ ഒരു കൺസിസ്റ്റൻസി നിൽക്കുന്ന കണക്കിന് നമ്മളത് മിക്സ് ചെയ്യണം. എങ്ങാനും ശർക്കര കുറഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ മിക്സ് ഇത്രയും ആയില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി പാലോ കുറച്ച് ചൂടുവെള്ളം തണുത്തത് എന്തെങ്കിലും ഒന്ന് ഒഴിച്ച് നോക്കിയാൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ ഒരു 3 മണിക്കൂർ മാറ്റി വയ്ക്കാം. 3 മണിക്കൂർ കഴിഞ്ഞ് ചുടുമ്പം ഇതെല്ലാം ഒന്ന് ചേർന്ന് ഒന്ന് പരുവമായിട്ട് വരും. അപ്പോൾ നമുക്കൊരു 3 മണിക്കൂർ മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുടുന്നതിലേക്ക് പോകാം. 3 മണിക്കൂർ വെച്ചിട്ട് ഞാൻ അടുത്ത് ഉണ്ണിയപ്പം ചൂടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ ആദ്യം അപ്പച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിന് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ചൂടായോ എന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം അതിലേക്ക് ഒഴിക്കാം. ഫുൾ ഇത് നിറയെ ഒഴിക്കേണ്ട. നമുക്ക് അതിൻ്റെ ഒരു പകുതി ആവുന്നത് വരെ ഒഴിച്ചാൽ മതി. കാരണം അത് പൊങ്ങി വന്നോളൂ. ഇളക്കാനും എല്ലാം എണ്ണ കിട്ടാനും ഒക്കെ സൗകര്യം അതാണ്. മൊത്തം ഒഴിച്ചു കഴിഞ്ഞാൽ അത് നിറഞ്ഞിരിക്കും. ചിലപ്പോൾ അത്ര ഇതായിട്ട് വന്നെന്ന് വരത്തില്ല. പിന്നെ മാമ്പഴം കൂടിപ്പോയാലും എണ്ണ കൂടുതൽ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാനിവിടെ വേറെ ഒരു മാമ്പഴം മാത്രം എടുക്കും. നമ്മൾ പഴം യൂസ് ചെയ്യുമ്പോഴായാലും പഴം കൂടിപ്പോയാൽ എണ്ണ കൂടുതൽ കുടിക്കാറുണ്ട്. നമ്മൾ ഉണ്ണിയപ്പം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം തീ ഇച്ചിരി ഒന്ന് കുറച്ച് വയ്ക്കും. തീ കൂടുതലാണെങ്കിലും പെട്ടെന്ന് അതിനകത്ത് വേവ് കറക്റ്റായിട്ട് വരത്തില്ല. പുറം നല്ല ചുമന്ന് വരികയും ചെയ്യും, പക്ഷേ അകം വെന്തിട്ടുണ്ടാകത്തില്ല. ഇനി നമുക്കൊന്ന് ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് മറിച്ചിടണം. നമ്മൾ കുറച്ച് പകുതിയാണ് ഒഴിച്ചെങ്കിൽ നല്ല പൊങ്ങി വന്നേക്കുന്നുണ്ടോ. ഉണ്ണിയപ്പം നമുക്കൊരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാത്രത്തിലേക്ക് മാറ്റാം. ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം.